ഓം നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി നക്ഷത്രഫലങ്ങളും ഗോചരഫലങ്ങളും അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറി കുറച്ചുകൂടി ആഴത്തിലുള്ള, അതായത് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഒരു നിമിഷം, ആ ഒരു സെക്കൻഡ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. അതായത് ഭഗവാനെ, എന്താണ് അങ്ങ് എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളൊക്കെയും കാണാത്തത്? അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ദിനംപ്രതി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത് എന്ന് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. ഇങ്ങനെ ചോദിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈശ്വരൻ ഒരിക്കലും നമ്മെ കൈവെടിയുകയില്ല എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അതായത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടാൻ പോകുന്നതിന് മുന്നേ പ്രപഞ്ചം തന്നെ ഇതിന് ചില സൂചനകൾ നമുക്ക് കാട്ടിത്തരികയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സൂചനകളായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളുടെ ഈ പദം പറഞ്ഞുള്ള കരച്ചിലുകൾക്കിടയിൽ ആ സൂചനകളെ നമ്മൾ ചിലപ്പോൾ ഗൗനിക്കാതെയും വന്നിട്ടുണ്ടാകും. അങ്ങനെ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നതിന് മുന്നേ ഭഗവാൻ കാട്ടിത്തരുന്ന ചില സൂചനകളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്തെന്നാൽ, നമ്മുടെ സംസ്കാരത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ദൈവികമായൊരു ഉണർവുണ്ടാകും. അതായത് ഭഗവാന്റെ കടാക്ഷം ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ക്രോധം, അസൂയ തുടങ്ങിയ കാര്യങ്ങൾക്ക് ശമനമുണ്ടാകും. പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങുമെന്നതാണ്. മുമ്പ്, അതായത് ഉദാഹരണം പറഞ്ഞാൽ, മുമ്പ് നിങ്ങൾ ദേഷ്യം പിടിച്ചിരുന്നതായ പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് പുഞ്ചിരിയോടുകൂടി കേൾക്കാൻ സാധിക്കുന്നു എന്നത്, അതായത് നിങ്ങളിലേക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്ഷമ വന്നു ചേരുന്നത് ദൈവാധീനം വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കണക്കാക്കാൻ പറ്റും. അതേപോലെ മറ്റൊരാളെ കാണുമ്പോൾ അവർക്ക് സഹായങ്ങൾ നൽകാൻ സാധിക്കുക, അവർക്ക് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെ കേൾക്കാൻ നമ്മളുടെ ചെവികൾ കൊടുക്കുകയും ചെയ്യുന്നത്, അതായത് അവരുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുന്നതും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതേപോലെ ഞാൻ എന്ന ഒരു അഹംഭാവത്തിന് പകരം എല്ലാം ഭഗവാന്റെ നിമിത്തമാണ്, എല്ലാം ഭഗവാന്റെ മായയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ, എപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നു, അന്നേരം മുതൽ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് ലഭിക്കുന്ന സൂചന, അത് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ, പുലർച്ചെ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പുലർച്ചെ ഒരു 3:30 ഒരു 5 മണിക്കും ഒക്കെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് ഉറക്കമുണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രകോപനവുമില്ല, ഒരു കാരണവുമില്ല, നമ്മൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, ആരോ വിളിച്ചുണർത്തിയതുപോലെ ഇങ്ങനെയൊക്കെ തോന്നുന്നതും വലിയൊരു ദൈവാധീന ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് ശൂന്യമായിരിക്കും, അതേപോലെ വളരെ ഭക്തി നിർഭരമായിരിക്കും. ശൂന്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രാരാബ്ദങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. എല്ലാം ഉണ്ടെങ്കിൽ പോലും പലതിനെ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെയുണ്ട്. സാമ്പത്തികമായിട്ടായാലും ഉന്നതി ഉണ്ടെങ്കിലും ചില ചില കാര്യങ്ങളെ, ഇല്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സ് ഭാരമില്ലാത്ത ഒരു തൂവൽ പോലെ ശൂന്യമാവുകയും അവിടെ ഭക്തി മാത്രം നിറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്നെത്തിയിരിക്കുന്നു എന്നത്. അതേപോലെ നമ്മൾ പോകുന്ന വഴികളിലാണെങ്കിൽ പോലും ചില തൂവൽ സ്പർശങ്ങൾ പോലെ നമ്മുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങളായിരിക്കുന്ന സമയങ്ങളിൽ പോലും എന്തോ ഒരു ശാന്തത നമ്മുടെ മനസ്സിലേക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അതും ദൈവാധീനത്തിൻ്റെതാണ്. അതേപോലെ ചന്ദനത്തിരിയുടെ മണം, അതേപോലെ നല്ല സുഗന്ധകരമായ, ഒരിക്കലും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്തതായ ചില വാസനകൾ മൂക്കിലേക്ക് അടിച്ചു കയറുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, അതും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും വന്നു ചേർന്നൊരു വലയം ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാകുന്നു.
അതേപോലെ തന്നെയാണ് സ്വപ്നങ്ങളുടെ കാര്യങ്ങളും. ശുഭകരമായ സ്വപ്നങ്ങളുണ്ട്. അതായത് ക്ഷേത്ര ദർശനം നടത്തുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ കാണും. ഇനി ആനയെ, അതേപോലെ താമര, അതല്ലെങ്കിൽ ദിവ്യ പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ. അതായത് ദൈവീകതയുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, അതേപോലെ അങ്ങനെയുള്ള ദിവ്യ പുരുഷന്മാരെ അല്ലെങ്കിൽ ദിവ്യാത്മാക്കളെയൊക്കെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുന്നെങ്കിലും അതും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഭാഗ്യം, ദൈവത്തിന്റെ കടാക്ഷം വന്നു ചേരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാകുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വിഷമകരമായി തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. അതായത് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില ആളുകൾ അകന്നു പോയേക്കാം. അതായത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി തരുന്നവരോ ആയ ആളുകൾക്ക് അകൽച്ച ഉണ്ടാകുന്നതാണ്. ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ നഷ്ടപ്പെട്ടു പോകുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ആ ഒരു നിങ്ങളെ ബാധിച്ചിരുന്ന നെഗറ്റിവിറ്റിയെ ഭഗവാൻ തന്നെ എടുത്തു മാറ്റി നിങ്ങൾക്കൊരു മോചനം, നിങ്ങളിലേക്ക് ദൈവിക ചൈതന്യത്തെ കടത്തി വിടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത്, നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതായത് ചുറ്റും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നൊരു വിശ്വാസം ഏതൊരു വ്യക്തിക്ക് എപ്പോൾ വന്നു ചേരുന്നു, ആ നിമിഷം മുതൽ ഭഗവാന്റെ അനുഗ്രഹം അവരിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അവരിൽ ജ്വലിച്ചു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലം ഒരു ഭയമില്ലാത്ത അവസ്ഥയാണ് ഭഗവാൻ ഏറ്റവും അധികം നമ്മൾ ഉണ്ട് എന്നതിൻ്റെ ഉദാത്തമായ സൂചനയായി കണക്കാക്കേണ്ടത്. അത് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിലുപരി മനക്കരുത്ത്, മനഃശക്തി നമ്മളെ വന്ന് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളതായ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ കൈ പിടിച്ചു കഴിഞ്ഞു എന്നതാണ്. ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത്. നിരാശപ്പെടേണ്ട കാര്യമില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് പൂർണ്ണമായി നിങ്ങൾ പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു സമയത്ത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ ആകുലതകളും മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക.